ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല വെർമിസലിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കേണ്ട. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിക്കോളൂ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റൈസ് വെർമിസലിയാണ്. നിങ്ങൾക്ക് സാധാരണ വെർമിസലി എടുത്താലും മതിയാവും. ഇത് വെള്ളം ആവശ്യത്തിനെടുത്ത ശേഷം അതിലേക്ക് ഡിപ്പ് ചെയ്ത് വയ്ക്കാം. ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ച് എടുക്കണം. 2 മിനിറ്റ് ബോയിലിംഗ് ആയതിനു ശേഷം 2 മിനിറ്റ് വച്ചാൽ മതിയാവും. സോ ഇതുപോലെ ബോയിലിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ്സ് എക്സാക്ട്ലി ടൈമർ നോക്കി വെച്ചോളൂ. അതിൽ കൂടുതലാവണ്ട. കറക്റ്റ് ആ ടൈം ആകുമ്പോഴേക്കും ഇതേ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നോളും. ഒത്തിരി സ്റ്റിക്കാവുകയില്ല, നല്ലപോലെ വെന്തിട്ടുണ്ടാവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുള്ള സ്റ്റെപ്പാണ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യല്ലേ. ഇതുപോലെ ഡ്രെയിൻ ചെയ്തെടുക്കുക. ഇങ്ങനെ ഡ്രെയിൻ ചെയ്തെടുത്താലും സ്റ്റിക്കി ആവാൻ ചാൻസ് ഉണ്ട്. സോ ഡ്രെയിൻ ചെയ്തെടുത്തത് അപ്പോൾ തന്നെ നോർമൽ വാട്ടറിലേക്കോ അല്ലെങ്കിൽ കോൾഡ് വാട്ടറിലേക്കോ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ നോർമൽ വാട്ടറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പം ഇത് ഇപ്പോഴും ചൂടുണ്ട്, ബട്ട് സ്റ്റിൽ അതിൻ്റെ ആ സ്റ്റിക്കിനെസ് ഒക്കെ നന്നായിട്ട് പോയിട്ട് ഇതേപോലെ ഒന്നും ഇങ്ങനെ തൊട്ട് ഒട്ടാതെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ ഇരുന്നാൽ ആ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുള്ളൂ. എനിക്കും അതാണ് ഫേവറേറ്റ്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പശുവിൻ്റെ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരല്പം മാത്രം ചേർക്കുക. ഇതൊരു നോൺ വെജ് വിഭവം അല്ലാത്തതുകൊണ്ട് കുറച്ചെടുത്താൽ മതിയാവും. ഇതിൽ ക്യാരറ്റ്, സവാള, ഗ്രീൻ പീസ്, പച്ചമുളക് ഇത്രയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളകും സവാളയും നന്നായിട്ട് വഴറ്റിയ ശേഷം എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറികൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് വേവുന്നത് വരെ ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, അല്പം ഗരം മസാല, പിന്നെ ഒരല്പം ചിക്കൻ മസാല കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അതും കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു മാഗിയുടെ പോലെയൊക്കെ ടേസ്റ്റ് വരും കേട്ടോ. ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കുക. പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു കാര്യം ഓർക്കണം, ഇതൊരു വെജിറ്റബിൾ മസാല ആയതുകൊണ്ട് അല്പം മസാല മാത്രം ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ മസാലയുടെ കുത്തുണ്ടാവും കേട്ടോ. അപ്പോൾ നോൺ വെജ് ചേർക്കുന്ന പോലെ ഇതിൽ ചേർക്കരുത്, ഒരല്പം മാത്രം ചേർക്കാം. ശേഷം നമുക്ക് എടുത്തു വച്ചിട്ടുള്ള നമ്മുടെ വെർമിസലി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കാരണം നല്ല പോലെ ഇങ്ങനെ ഒട്ടാതിരിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മസാല വെർമിസലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റിയാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഉപ്പുമാവും അതുപോലെ തന്നെ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഈ ഒരു സംഭവം ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഒരല്പം സ്പൈസിയും അതുപോലെ ആ മസാലയുടെ ടേസ്റ്റും വെജീസിൻ്റെ ടേസ്റ്റും ഒക്കെ വരുമ്പോൾ ഉപ്പുമാവിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നമ്മുടെ ബിരിയാണിയുടെയൊക്കെ ടേസ്റ്റ് വരുന്ന അടിപൊളിയൊരു മസാലയാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട. നിങ്ങളിത് ഉണ്ടാക്കി നോക്കാറുണ്ടെങ്കിൽ നിങ്ങളുടെ റെസിപ്പിയും ഷെയർ ചെയ്തേക്കൂ. ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഡിയേഴ്സ്.